Hey guys, welcome back to a new video. So, this section in VS Code or useful extensions share ചെയ്യാന്ന്. അപ്പോൾ ഇത്ര നേരം നിങ്ങൾ ടെർമിനൽ വെച്ചല്ലേ ഫുൾ കമാൻഡ്സ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഗിറ്റ് കമ്മിറ്റ് ചെയ്യണമെങ്കിലും പുഷ് ചെയ്യണമെങ്കിലും ഈ ഫുൾ സംഭവങ്ങൾ നിങ്ങൾ ടെർമിനൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഒബ്വിയസ്ലി കുറേ സമയം എടുക്കും ടൈപ്പ് ചെയ്ത് ഇതെല്ലാം ചെയ്യാൻ. പക്ഷേ നിങ്ങൾക്ക് ഒരു എളുപ്പ വഴിയുണ്ട്. VS Code വെച്ചിട്ടാണ് നിങ്ങൾ ഈ കോഡിങ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ബട്ടൺസ് ക്ലിക്ക് ചെയ്ത് തന്നെ ഈ ഫുൾ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കമാൻഡ്സ് ഓണം പോലെ അടിക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ VS Code ചെറിയ കൺഫിഗറേഷൻസ് ചെയ്യാനുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കാണിക്കാം. ഓക്കെ, ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ കണ്ട ഒരു എക്സ്റ്റൻഷൻസ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. ക്ലിക്ക് ചെയ്യുക. അതിൽ ഗിറ്റബ് എന്ന് സെർച്ച് ചെയ്യുക. ഗിറ്റബ് സെർച്ച് ചെയ്യുമ്പം ഈ തേർഡ് ബട്ടൺ ഉണ്ടോ, ഗിറ്റബിൻ്റെ ഒഫീഷ്യൽ ലോഗോ ഉള്ള ഈ സാധനം. ഇത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് എനിക്കിപ്പം ഓപ്ഷൻ വരുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഗിറ്റബിൻ്റെ ഈ എക്സ്റ്റൻഷൻ കയറ്റുക. എന്നിട്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ വേറെ എക്സ്റ്റൻഷൻ ഉണ്ട്, ഗിറ്റബ് പുൾ റിക്വസ്റ്റ്, ഗിറ്റബ് കോഡ്. ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഇവിടെ കണ്ടോ താഴെ ഒരു മാനേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അങ്ങോട്ട് പോവുക. അവിടെ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, സെറ്റിങ്സ് എടുക്കുക. എന്നിട്ട് ഗിറ്റ് എനേബിൾ എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ ഗിറ്റ് എനേബിൾഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അത് നിങ്ങൾ ഓൾറെഡി ടിക്ഡ് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ടിക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ വന്ന് കാണും, എനിക്ക് സൈൻ ഇൻ വിത്ത് ഗിറ്റബ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ അവിടെ സൈൻ ഇൻ ഉണ്ട്. നിങ്ങൾ സൈൻ ഇൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പോയി സൈൻ ഇൻ ചെയ്ത് ബ്രൗസറിൽ തന്നെ പോയി സൈൻ ഇൻ ചെയ്യാം. അത്രയും ചെയ്യുമ്പോൾ ഈ 3 സ്റ്റെപ്സ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഗിറ്റബും VS Codeോട് ഓട്ടോമാറ്റിക് കണക്ട് ആകും. ഇനി നിങ്ങൾക്ക് കമാൻഡ് അടിച്ച് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇപ്പം ഞാൻ എൻ്റെ ഒരു ഫയൽ എടുക്കുക. ഒരു സെക്കൻഡ്, ഞാനൊരു ഫയൽ എടുത്തിട്ട് റാൻഡമായിട്ട് ഒരു കമാൻഡ്സ് എടുക്കുക. കമാൻഡ്സ് 1 2 3 4 ഓക്കെ, കുറച്ച് കമാൻഡ്സ് അടിച്ചു. എന്നിട്ട് ഞാൻ സേവ് ചെയ്തു ഫയൽ. സേവ് ചെയ്യുമ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇത്ര നേരം നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഗിറ്റ് ആഡ്, ഗിറ്റ് കമ്മിറ്റ്, ഗിറ്റ് പുഷ്, ഈ 3 കമാൻഡ്സ് എടുക്കണം. അപ്പോൾ അത്ര നേരം കുറച്ച് സമയം എടുക്കും. പക്ഷേ VS Code നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ട ഒരു ബട്ടൺ വരും, സോഴ്സ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പം നമുക്കറിയാൻ പറ്റും എന്തൊക്കെ ഫയൽസാണ് നമ്മൾ ചേഞ്ച് ചെയ്തത്. ഇപ്പം ഞാനാണെങ്കിൽ main.data എന്ന് പറഞ്ഞ ഫയൽ മാത്രമേ ചേഞ്ച് ചെയ്തുള്ളൂ. അവിടെ എനിക്ക് main.data എന്ന് പറഞ്ഞ ഫയൽ ചേഞ്ചസ് വരും. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ അറിയാൻ പറ്റും നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നത്. നേരത്തെ ഗിറ്റിൽ അറിയാൻ പറ്റുമായിരുന്നു, പക്ഷേ കമാൻഡ് ലൈനിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി തൊട്ട് നമുക്ക് കമാൻഡ് ലൈനിൻ്റെ ആവശ്യമില്ല. നമുക്ക് VS Code വെച്ചിട്ട് തന്നെ ഫുൾ സാധനങ്ങളും കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഗിറ്റ് കമ്മിറ്റ് ചെയ്യാൻ പോകുക. ഗിറ്റ് കമ്മിറ്റ് ചെയ്യണ നേരത്തെ എങ്ങനെയാണ്, ഗിറ്റ് കമ്മിറ്റിന് അടിക്കണമായിരുന്നു. ഇനിയും ജസ്റ്റ് ഈ ഒരു ടിക്ക് മാർക്ക് ഉണ്ട്, ജസ്റ്റ് ടിക്ക് ഞെക്കിയാൽ തന്നെ ഇവ ചോദിക്കും ഡു യു വോണ്ട് ടു കമ്മിറ്റ്. ജസ്റ്റ് യെസ് പറയുക. ആ മെസ്സേജ് ചോദിക്കും. നമുക്ക് യൂഷ്വലി കമ്മിറ്റ് ചെയ്യുമ്പോൾ മെസ്സേജ് കൊടുക്കത്തില്ല. അപ്പോൾ കമൻറ്റ്സ് ആഡ് ആയിരുന്നു, ഞാൻ മെസ്സേജ് കൊടുത്തു, എൻ്റർ ആക്കി കഴിയുമ്പോൾ സിങ്ക് ചേഞ്ചസ് ഒരു ഓപ്ഷൻ വരും. സിങ്ക് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ പുഷ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ജസ്റ്റ് പുഷ് ഞെക്കിയാൽ ഓക്കെ, അത് പുഷായി. ഒരു 1-2 സെക്കൻഡ്സ് എടുക്കും പുഷാകാൻ. യെസ്, അത്രേ ഉള്ളൂ. കണ്ടോ? അപ്പം നമ്മൾ ജസ്റ്റ് ഇത്ര നേരം നമ്മൾ കമാൻഡ് ലൈനിൽ പോയിട്ട് ഗിറ്റ് ഇനിറ്റ് ചെയ്യേണ്ട, ഗിറ്റ് ആഡ്, ഗിറ്റ് കമ്മിറ്റ്, ഗിറ്റ് പുഷ്, ഈ 3 കമാൻഡ്സ് അടിച്ചിട്ടുണ്ട്. അത്രയും സാധനത്തിൽ നമുക്ക് ജസ്റ്റ് 2 ക്ലിക്കും കൊണ്ട് നമുക്ക് ഈ VS Code എക്സ്റ്റൻഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ സമയം ലാഭിക്കാൻ പറ്റും. അതിന് വേറെ സംഭവമുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ പ്ലസ് ഈ ഇത് ഞെക്കുവാണെങ്കിൽ കമ്മിറ്റ് ആവും, പിന്നെ പുഷും ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇവിടെ വേറെ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഒരു 4 ഇത് കണ്ടോ, ഇത് ഞെക്കുവാണെങ്കിൽ നമുക്ക് വേറെ കുറേ ഓപ്ഷൻസ് കിട്ടും. പുൾ ചെയ്യാൻ പറ്റും, പുഷ് ചെയ്യാൻ പറ്റും. പുഷ് മാത്രമല്ല ക്ലോൺ ചെയ്യാൻ പറ്റും, ചെക്കൗട്ട് ചെയ്യാൻ പറ്റും. ചെക്കൗട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ യൂസ് ചെക്കൗട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ചെക്കൗട്ട് ചെയ്തിട്ട് ഗിറ്റ് ചെക്കൗട്ട് അതിൻ്റെ ആ കമ്മിറ്റ് ഐ ഡിയും കൊടുക്കും. അപ്പോൾ ഇത്രയും പണി എളുപ്പമാക്കാൻ വേണ്ടി ഗിറ്റ് ചെക്കൗട്ട് എന്ന ഓപ്ഷൻ ഇതിലുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് ചെക്കൗട്ട് ചെയ്തിട്ടേ പറഞ്ഞാൽ മതി. പിന്നെ കമ്മിറ്റ്, ചേഞ്ചസ്, പുഷ്, ബ്രാഞ്ച് ഫുൾ ഓപ്ഷൻസ് ഉണ്ട്. മെർജ് ബ്രാഞ്ച്, നേരത്തെ ബ്രാഞ്ച് എങ്ങനെയാണ് മെർജ് കൊണ്ടിരുന്നത്, ഒരു ബ്രാഞ്ച് കൊടുക്കുക, പേര് കൊടുക്കുക, ഇങ്ങനെ കമാൻഡ് ലൈനിൽ ഫുൾ അടിക്കണം. പക്ഷേ ഇത് ജസ്റ്റ് ബ്രാഞ്ച് മെർജ് ചെയ്യാൻ വേണ്ടിയുള്ള ജസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എളുപ്പത്തിൽ സംഭവം ചെയ്യാൻ പറ്റും. സോ ഗിറ്റബിൻ്റെ ആക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയം വളരെയധികം ലാഭിക്കാൻ പറ്റും. മാത്രമല്ല നിങ്ങൾ ജസ്റ്റ് ഈ VS Code ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ജസ്റ്റ് എക്സ്റ്റൻഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഫുൾ VS Code ആക്ച്വലി കസ്റ്റമൈസ് ചെയ്യും. ഇപ്പം ഞാനിപ്പോൾ HTML കോഡ് ചെയ്യുന്നെങ്കിൽ HTML എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ HTML കുറേ യൂസ്ഫുൾ എക്സ്റ്റൻഷൻസ് വരും. ഇതെല്ലാം യൂസ്ഫുള്ളാണ്. പിന്നെ അല്ലെങ്കിൽ ഞാനിപ്പം VS Codeൻ്റെ തീം മാറ്റണം. അതിനിപ്പോൾ ഞാൻ ജസ്റ്റ് ബിയർഡ് തീം അടിക്കുക. ഞാൻ യൂഷ്വലി ബിയർഡ് തീമാണ് യൂസ് ചെയ്യാറ്. അപ്പം ഇതിൻ്റെ അകത്ത് കുറേ തീംസ് ഉണ്ട്. എനിക്കിപ്പോൾ വേണമെങ്കിൽ എഗ് പ്ലാന്റ്, സോളറൈസ് ലൈറ്റ്, അങ്ങനെ കുറേ തീംസ് ഉണ്ട്. ഞാൻ ബ്ലൂബെറി യൂഷ്വലി യൂസ് ചെയ്യാറ്. അങ്ങനെ നിങ്ങൾക്ക് VS Code നിങ്ങളുടെ ഒരു പ്രിഫറൻസിനനുസരിച്ച് മാക്സിമം നിങ്ങളുടെ കോഡിംഗ് എൻവയോൺമെൻറ്റ് നിങ്ങൾക്ക് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അല്ലാതെ വേറെ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫൈ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോഡ് കൂടുതലൊരു സ്റ്റൈൽ രീതി സ്ട്രക്ചർഡായിട്ട് പോകാൻ പറ്റും. അങ്ങനെ എല്ലാ കോഡിംഗ് ലാംഗ്വേജിനും ഓരോ എക്സ്റ്റൻഷൻസും എല്ലാം യൂസ്ഫുൾ ആണ്. അപ്പോൾ അതിൽ ഏറ്റവും യൂസ്ഫുൾ എനിക്ക് തോന്നുന്നത് ഗിറ്റബിൾ എക്സ്റ്റൻഷൻ. കാരണം
നമ്മൾ യൂഷ്വലി ടെർമിനലിൽ പോയിട്ട് കുറേ കമാൻഡ്സ് അടിക്കണം, അങ്ങനെ യൂഷ്വലി ചെയ്യാറ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗിറ്റബിൻ്റെ എക്സ്റ്റൻഷൻസ് വെച്ചിട്ട് പെട്ടെന്ന് പുഷും കമ്മിറ്റും എല്ലാം ചെയ്ത് പോകും. മാത്രമല്ല പുഷ് മാത്രമല്ല, നിങ്ങൾക്ക് അറിയാമല്ലോ, പുള്ള് ചെയ്യാൻ പറ്റും, ബ്രാഞ്ച് ചെയ്യാൻ പറ്റും, ചെക്കൗട്ട്, ഈ എല്ലാ കമാൻഡ്സും നമുക്ക് ഈ ഒരു എക്സ്റ്റൻഷൻ വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. സോ അതാണ് ബേസിക്കലി ഇൻട്രൊഡക്ഷൻ. സോ ഹേ എവരിവൺ, ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗിറ്റബ് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാമെന്നാണ്. ഗിറ്റബ് എക്സ്പ്ലോർ ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് ഫീച്ചേഴ്സ് ആണ് ഇന്ന് നമ്മൾ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിനായിട്ട് തന്നെ ഫസ്റ്റ്ലി നമുക്ക് ഗിറ്റബ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഗിറ്റബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു പേജ് വരും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. അതായത് ഇതിന് മുന്നത്തെ സെഷനിലേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ ലോക്കൽ മെഷീനിലുള്ള കോഡിനെ, അതായത് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന പ്രൊജക്ടിന്റെ കോഡിനെ എങ്ങനെ ഗിറ്റ്ഹബിലേക്ക് പുഷ് ചെയ്ത് എടുക്കാമെന്നായിരിക്കും നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തത്. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ അതിന്റെ റിവേഴ്സ് ആയിരിക്കും കാണിക്കാൻ പോകുന്നത്. അതായത് ഗിറ്റ്ഹബിൽ കിടക്കുന്ന ഒരു പ്രൊജക്ടിനെ നമ്മൾ നമ്മുടെ ലോക്കൽ മെഷീനിലേക്ക് എടുക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത്. സോ അതിനായിട്ട് ഞാനിപ്പോൾ ആദ്യം തന്നെ ഒരു പ്രൊജക്ട് സെർച്ച് ചെയ്യാം. ഇപ്പൊ ഞാൻ ആഡമിന്റെ അക്കൗണ്ടിലുള്ള ഒരു പ്രൊജക്ട് ആയിരിക്കും ഞാനിപ്പോ ഇവിടെ എടുക്കാൻ പോകുന്നത്. സോ അതിനായിട്ട് ആഡമിന്റെ അക്കൗണ്ട് ഞാൻ ഇവിടെ സെർച്ച് ചെയ്യാം. ആഡം സി. ഓക്കെ, ഈ കാണുന്നതാണ് ആഡമിന്റെ അക്കൗണ്ട്. ഇവിടെ പോയിട്ട് ആഡം സി. ഓക്കെ, ഇതാണ് ആഡമിന്റെ ഓവർവ്യൂ പ്രൊഫൈല്. പിന്നെ ഇവിടെ പോയിട്ട് റെപ്പോസിറ്ററീസ് പറയുന്ന ഈ ടാബിൽ പോയി ക്ലിക്ക് ചെയ്യണം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ആഡം ചെയ്ത പ്രൊജക്ടിന്റെ ഫുൾ കോഡ് എനിക്ക് ഇവിടെ കാണാൻ പറ്റും. ഏതൊക്കെ പ്രൊജക്റ്റിലാണ് വർക്ക് ചെയ്തത് എന്നുള്ള ഫുൾ റെപ്പോസിറ്ററിയുടെ കാര്യങ്ങൾ എനിക്ക് ഇവിടെ കാണാൻ പറ്റും. എനിക്ക് ഇതിനകത്ത് ഞാനിപ്പോൾ സെമസ്റ്റർ 3 DS ലാബിന്റെ കോഡ് ഫുൾ ഞാൻ ഇവിടെ നിന്ന് എടുക്കാൻ പോവാ. സോ ഇതായിരിക്കും അതിന്റെ കോഡ് ഫുൾ റെപ്പോസിറ്ററിയിൽ ഇട്ടത്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്യണം. എന്നിട്ട് ടെർമിനലിൽ വന്നിട്ട് ഞാൻ ഡി ഡ്രൈവിലേക്ക് പോയി. എന്നിട്ട് ഇവിടെ നിന്ന് ഞാൻ എവിടെയാണോ എനിക്ക് ഈ കോഡിനെ പേസ്റ്റ് ചെയ്യേണ്ടത് ഞാൻ അങ്ങോട്ടേക്ക് CD കമാൻഡ് യൂസ് ചെയ്ത് മൈഗ്രേറ്റ് ചെയ്യണം. അപ്പൊ CD ഇപ്പൊ ഞാൻ CD കമാൻഡ് ഉപയോഗിച്ച് ആദ്യം ഞാൻ വെബ് വർക്ക്സ് എന്ന് പറയുന്ന ഫോൾഡറിലേക്ക് പോയി. പിന്നെ അവിടെ നിന്ന് ഓൺഗോയിങ് വെബ് വർക്ക് എന്ന് പറയുന്ന ഫോൾഡറിലേക്കും പോയി. എനിക്ക് ഈ ഫോൾഡറിന്റെ ഈ ഓൺഗോയിങ് വെബ് വർക്കിന്റെ അകത്തായിരിക്കണം എനിക്ക് ആഡമിന്റെ DS ലാബിന് യൂസ് ചെയ്തേക്കുന്ന കോഡ് ഫുൾ എടുക്കേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ എത്തിയിട്ട് ഞാൻ ടൈപ്പ് ചെയ്യണം ഗിറ്റ് ക്ലോൺ സ്പേസ്, അവിടെ നിന്ന് കോപ്പി ചെയ്ത ലിങ്ക് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യണം. എന്നിട്ട് എൻ്റർ കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പൊ 100% കാണിക്കുന്നുണ്ട്. അതായത് നമ്മൾ എടുത്ത ആ റെപ്പോസിറ്ററിയിലെ കോഡ് ഫുൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു ഫോൾഡറിന്റെ അകത്ത് ഒരു പ്രൊജക്ട് പോലെ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് നമുക്കിനി ഈ ഒരു ഫോൾഡറിന്റെ അകത്തേക്കാണ്. അപ്പൊ CD സ്പേസ് S3 DS ലാബ് കണ്ടുപിടിച്ചു. ഇപ്പൊ ഞാൻ ആ ഒരു ഫോൾഡറിന്റെ അകത്ത് കയറി. ഇനി എനിക്ക് അതിന്റെ കോഡ് കാണണം. അപ്പൊ ഇവിടെ നമ്മൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് VS കോഡ് ഓപ്പൺ ചെയ്യണമെങ്കിൽ കോഡ് സ്പേസ് ഡോട്ട് എന്ന് അടിച്ചിട്ട് എൻ്റർ അടിച്ചാൽ മതി. ഓക്കെ, ഇപ്പൊ ഞാൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ കാണാൻ പറ്റും സെയിം കോഡ് ഫുൾ ഇവിടെ വന്നിട്ടുണ്ട്. സൈക്കിൾ 1 2 3 എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഫുൾ പ്രൊജക്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെയായിരിക്കും നമ്മൾ ഗിറ്റ്ഹബിൽ കിടക്കുന്ന ഒരു പ്രൊജക്റ്റിനെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഫോർക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. ഫോർക്കിംഗ് അതായത് ഇപ്പൊ ഞാൻ ചെയ്തത് എന്താ, ഈ S3 DS ലാബ് എന്ന് പറയുന്ന ഈ പ്രൊജക്റ്റിന് ഞാൻ നേരിട്ട് എൻ്റെ ലോക്കൽ മെഷീനിലേക്ക് എടുക്കുമായിരുന്നു. അതായത് ആഡമിന്റെ അക്കൗണ്ടിൽ കിടക്കുന്ന പ്രൊജക്റ്റിനെ ഞാൻ എൻ്റെ ലോക്കൽ മെഷീൻ്റെ അകത്തേക്ക് വെറുതെ എടുക്കുമായിരുന്നു അതിന്റെ കോഡ്. ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് വേറൊരു പ്രൊജക്റ്റ് എടുക്കാം, ഡാർക്ക് സ്കൈ. ഓക്കെ, ഈ ഒരു പ്രൊജക്ടിന്റെ ഈ ഫോർക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഞാൻ ആദ്യം എന്താന്ന് പറഞ്ഞു തരാം. അതായത് ഈ ഫോർക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ നമ്മൾ ചെയ്യുന്നത് ഒരു പ്രൊജക്റ്റിനെ നമ്മൾ ഇവിടെ ഈ ഫോർക്ക് ബട്ടൺ കണ്ടില്ലേ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ ഒരു എക്സാക്ട് കോപ്പി നമ്മുടെ അക്കൗണ്ടിലും കൂടെ വരും. അതായത് നമ്മുടെ അക്കൗണ്ടിലത്തെ ആ റെപ്പോസിറ്ററീസിന്റെ കൂടെ തന്നെ ഒരു പുതിയ റെപ്പോസിറ്ററി ആയിട്ട് ക്രിയേറ്റ് ആയി വരും ഈ ഒരു സെയിം പ്രൊജക്റ്റ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഫോർക്ക് ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ഞാൻ അക്കൗണ്ട് സെലക്ട് ചെയ്തു.
ഓക്കെ ഓക്കെ, ഇപ്പൊ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോ എന്റെ അക്കൗണ്ടിന്റെ ഉള്ളിലാണ് ഞാൻ നിൽക്കുന്നത്. എന്റെ അക്കൗണ്ടിന്റെ ഉള്ളിൽ ആ കോഡ് ഫുൾ വന്നിട്ടുണ്ട്. അതായത് എന്റെ അക്കൗണ്ടിൽ പോയിട്ട് റെപ്പോസിറ്ററീസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പോയി സെർച്ച് ചെയ്ത് നോക്കാം. എന്താണ് അതിന്റെ പേര്? ഡാർക്ക് സ്കൈ. ഓക്കെ, ഇത് ഡാർക്ക് സ്കൈ ഇവിടെ കിടപ്പുണ്ട്. അതായത് ഞാൻ അവിടെ നിന്ന് ഫോർക്ക് ചെയ്തെടുത്തിരിക്കുന്ന പ്രൊജക്റ്റ് എന്റെ റെപ്പോസിറ്ററീസിന്റെ ഇപ്പൊ ഉള്ള റെപ്പോസിറ്ററീസിന്റെ കൂടെ തന്നെ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഒരു സിമ്പിൾ കാണുന്ന എപ്പോഴും ഇങ്ങനെ ഫോർക്ക് ചെയ്തെടുത്തേക്കുന്ന റെപ്പോസിറ്ററീസ്. അതായത് ആ ഒരു പ്രൊജക്ടിന്റെ എക്സാക്ട് കോപ്പി ഇവിടെയും കൂടെ വരും. ഓക്കെ, അപ്പൊ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഫോക്ഡ് റെപ്പോസിറ്ററി എന്ന് അറിയാൻ പറ്റും. പിന്നെ ഇവിടെ ഫോക്ഡ് ഫ്രം AdamC/Dark Sky, അതായത് ആഡമിന്റെ അക്കൗണ്ടിലത്തെ ഡാർക്ക് സ്കൈ എന്ന് പറയുന്ന പ്രൊജക്റ്റിൽ നിന്നാണ് ഞാൻ ഈ ഒരു റെപ്പോസിറ്ററിയെ ഫോർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡമിന്റെ ആ റെപ്പോസിറ്ററി പോയി ഓപ്പൺ ആവും. ഇവിടെ നിന്നായിരുന്നു നമ്മൾ ഫോർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് ഈ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യണമെങ്കിൽ, അതായത് ആഡമിന്റെ ഡാർക്ക് സ്കൈയുടെ അകത്ത് എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ ഫേസ്റ്റ്ലി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഫോർക്കിംഗ് എന്ന് പറയുന്ന ഈ പ്രോസസ്സാണ്. ഫോർക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്റെ അക്കൗണ്ടിൽ വരും. പിന്നെ എന്നിട്ട് എനിക്ക് ഈ കോഡിനെ എന്റെ കമ്പ്യൂട്ടറിലേക്ക് നേരത്തെ ഞാൻ കാണിച്ച പോലെ തന്നെ ഈ ലിങ്ക് കോപ്പി ചെയ്തിട്ട് ഗിറ്റ് ലോൺ ഈ ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, ഈ സംഭവം അതായത് ഈ കോൺട്രിബ്യൂഷന്റെ ഈ സ്റ്റെപ്പ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. കുറച്ച് കാര്യങ്ങൾ അവിടെ പറയാനുണ്ട് എക്സ്ട്രാ. അപ്പൊ ജസ്റ്റ് ഇപ്പൊ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു പ്രൊജക്ട് ഗിറ്റ്ഹബിൽ പോയിട്ട് ഫോർക്ക് എന്ന് പറയുന്ന പ്രോസസ്സ് വെച്ചിട്ട് ഫോർക്ക് ചെയ്ത ഒരു കോപ്പി നമ്മുടെ അക്കൗണ്ടിലും കൂടെ ഇടാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ആണ്. ഓർഗ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻസ് ഗിറ്റ്ഹബ് ഓർഗനൈസേഷൻസിനെ പറ്റിയിട്ടാണ് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. ഈ ഗിറ്റ്ഹബ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ വാട്സാപ്പിലൊക്കെ നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു സംഭവമാണ് നമ്മുടെ ഗിറ്റ്ഹബിന്റെ അകത്ത് ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത്. അതായത് മൾട്ടിപ്പിൾ ആൾക്കാരെയൊക്കെ വെച്ചിട്ട് നമുക്കൊരു ഓർഗനൈസേഷൻ പോലെ അല്ലെങ്കിൽ ഗ്രൂപ്പ് പോലെ നമുക്ക് ഗിറ്റ്ഹബിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ബേസിക്കലി എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഗ്രൂപ്പായിട്ട് ഒരു പ്രൊജക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ ഒരു ഹാക്കത്തോണിന് പോകുന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ആദ്യം തന്നെ നമ്മളൊരു ഓർഗനൈസേഷൻ ഗിറ്റ്ഹബിൽ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് അവിടെ ആയിരിക്കും നമ്മൾ നമ്മുടെ പ്രൊജക്ടിനെ വെച്ചിട്ടുണ്ടാവുക. എന്നിട്ട് എല്ലാ ഡെവലപ്പേഴ്സും കൂടെ ആ ഒരു പെർട്ടിക്കുലർ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബേസിക്കലി ഗിറ്റ്ഹബ് ഓർഗനൈസേഷൻസ് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷൻ നമുക്ക് ഗിറ്റ്ഹബിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. സോ അതിനായിട്ട് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ആയിട്ടൊരു പ്ലസ് ഐക്കൺ കാണാൻ പറ്റും. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ ഓർഗനൈസേഷൻ കൊടുക്കണം. അപ്പൊ അവരിങ്ങനെ 3 ഓപ്ഷൻ ചോദിക്കും. ഫ്രീ ആണോ, ടീം ആണോ, ഇന്റർപ്രൈസ് ആണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഇതിന് ഫ്രീ നമുക്കിപ്പോൾ കൊടുക്കാം. ക്രിയേറ്റ് ഫ്രീ ഓർഗനൈസേഷൻ. എന്നിട്ട് ഓർഗനൈസേഷൻ അക്കൗണ്ട് നെയിം കൊടുക്കാം. TinkerHub MEC ഡെമോ നെയിം ചെയ്തു. എന്നിട്ട് ഇവിടെ കൊടുക്കേണ്ട ഇമെയിൽ ID എന്ന് പറയുന്നത് ഈ ക്രിയേറ്റ് ചെയ്യുന്ന ആളുടെയാണ്. അതായത് ഇപ്പൊ ഞാനല്ലേ ക്രിയേറ്റ് ചെയ്യുന്നത്, അപ്പൊ എന്റെ ഇമെയിൽ ID എനിക്ക് ഇവിടെ കൊടുക്കാം. അതായത് അഡ്മിന്റെ ഇമെയിൽ ID. ഓക്കെ, മൈ പേഴ്സണൽ അക്കൗണ്ട്. പിന്നെ ഒരു വെരിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്. ഓക്കെ, ഇത് ജസ്റ്റ് സ്കിപ്പ് ചെയ്താൽ മതി. പിന്നെ എന്തിനാണ് ഈ ഓർഗനൈസേഷൻ ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ടൊരു സംഭവം വന്നിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഇത് എന്തെങ്കിലും റാൻഡായിട്ട് കൊടുക്കുക. റൈറ്റിംഗ് കോഡ്, പ്ലാനിങ് പ്രോജക്ട്സ്, മാനേജിങ് കോർഡിനേറ്റിംഗ് എഞ്ചിനീയറിംഗ് വർക്ക്. പിന്നെ ആവറേജ് നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ദിസ് ഗിറ്റബ് ഓർഗനൈസേഷൻ എത്രയായിരിക്കും എന്ന് ചോദിച്ചു. ജസ്റ്റ് ഞാനിപ്പോൾ ഇത് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ജസ്റ്റ് ഞാനിപ്പോൾ ഒരു 1 to 5 ഞാൻ കൊടുത്തു. പിന്നെ എന്നിട്ട് ഓപ്പൺ സോഴ്സ് പ്രൊജക്ട്, വാട്ട് ടൈപ്പ് ഓഫ് വർക്ക് ഡു യു പ്ലാൻ ടു ഡു ടു യൂസ് ദിസ് ഓർഗനൈസേഷൻ ഫോർ. ഓക്കെ, അപ്പോൾ ഞാൻ ഓപ്പൺ സോഴ്സ് കൊടുത്തു, എഡ്യൂക്കേഷൻ കൊടുത്തു, പേഴ്സണൽ പ്രൊജക്ട് കൊടുത്തു. അങ്ങനെ ചുമ്മാ റാൻഡമായിട്ട് എന്തെങ്കിലും കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ മാനേജ് കോഡ്, കൊളാബറേറ്റ് ഓൺ കോഡ്, പ്ലാൻ ആൻഡ് ട്രാക്ക്. ഓക്കെ, ഇത്രയൊക്കെ മതി. പിന്നെ ഡു യു ഹാവ് എൻ എക്സിസ്റ്റിംഗ് റെപ്പോസിറ്ററി ഫോർ യുവർ പ്രോജക്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻ ജസ്റ്റ് എംപ്റ്റി ആക്കിയിട്ടാണോ അതോ ഏതെങ്കിലും റെപ്പോസിറ്ററി ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചത് ഇങ്ങോട്ട് ആഡ് ചെയ്യണമെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ കറൻ്റ്ലി ഒന്നും ഇല്ല. അപ്പോൾ ഞാൻ നോ കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് കൊടുത്തു.
ഓക്കെ, നമ്മുടെ ഓർഗനൈസേഷൻ റെഡി ആയിട്ടുണ്ട്. ഓർഗനൈസേഷൻ റെഡി ആയപ്പോൾ ഇപ്പം ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ. ഞാൻ ജസ്റ്റ് കുറച്ച് പേര് ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഇൻവൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പോയിട്ട് ഞാൻ ആഡം, ഓക്കെ, ആഡമിനെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇവർ ചോദിക്കും നമ്മൾ മെമ്പറായിട്ട് വേണോ ഓണറായിട്ട് വേണോ. മെമ്പറായിട്ടാണെങ്കിൽ ജസ്റ്റ് വേറെ ആൾക്കാരൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല, റെപ്പോസിറ്ററി ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ. ആൾക്കാരൊക്കെ ആഡ് ചെയ്യണം. ഇപ്പോൾ ആഡമിനും വേറെ ആൾക്കാരൊക്കെ ആഡ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കണമെങ്കിൽ എനിക്ക് ഓണറായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് മെമ്പറായിട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഓണറായിട്ട് ഞാൻ കൊടുക്കുക, എന്നിട്ട് സെൻഡ് ഇൻവിറ്റേഷൻ കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ആഡമിന് ഇൻവിറ്റേഷൻ പോയിട്ടുണ്ട്, അത് മെയിലിൽ ഇൻവിറ്റേഷൻ കിട്ടും, എന്നിട്ട് അവിടെ നിന്ന് അക്സെപ്റ്റ് ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് ഞാൻ സോണിയെ ആഡ് ചെയ്യാം. ഓക്കെ, സോണി തോമസ് ഇൻവൈറ്റ് ഓണറാക്കി സോണി ആഡ് ചെയ്യാം, സെൻഡ് ഇൻവിറ്റേഷൻ. ഓക്കെ, ഇപ്പോൾ ഞാൻ രണ്ടുപേരെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും മെയിൽ പോയിട്ടുണ്ടാവും. മെയിലിൽ അവർ പോയിട്ട് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓർഗനൈസേഷനിലേക്ക് ആഡ് ആവും. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മൾ ബേസിക്കലി ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതും. പിന്നെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാനാണെങ്കിൽ നമുക്ക് റെപ്പോസിറ്ററീസിൽ പോയിട്ട് ക്രിയേറ്റ് ന്യൂ റെപ്പോസിറ്ററി കൊടുത്തിട്ട് ഒരു പുതിയ റെപ്പോസിറ്ററി നോർമൽ വേ തന്നെ ഉണ്ടാക്കി വർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ hope you enjoyed the session. Thank you.